പ്രിയപ്പെട്ട ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ മഞ്ഞുമ്മൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിനെ ഇന്ന് ചോദ്യം ചെയ്യും. എറണാകുളം ACPയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യുക. 2 ആഴ്ചയ്ക്കുള്ളിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു മരട് പോലീസ്. സിനിമയിൽ 40% ലാഭം വാഗ്ദാനം ചെയ്ത് നിർമ്മാതാക്കൾ 7 കോടി തട്ടിയെന്നായിരുന്നു അരൂർ സ്വദേശിയുടെ പരാതി. ശരണ്യസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യസ്, ഗുഡ് മോർണിംഗ്. ശരണ്യസ്, ഷഹീറിന് കുരുക്കുരുങ്ങുകയാണോ? ഇന്നിപ്പോൾ നോട്ടീസ് വീണ്ടും കൊടുത്തിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും മറ്റൊരു പ്രമുഖ നടൻ കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പോലീസിന്റെ ചോദ്യമുനയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമീപകാലത്ത് ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട നടന്മാരും സംവിധായകരും ഒക്കെ തന്നെ പോലീസിന് മുന്നിൽ ഹാജരായിരുന്നത് നമ്മൾ കണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇത് സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് നടൻ സൗബിൻ ഷാഹിർ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുക. അതായത് നേരത്തെ 14 ദിവസത്തിനുള്ളിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മരട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നത്. അങ്ങനെ സൗബിൻ ഷാഹിർ ഇന്ന് രാവിലെ ഹാജരാകാമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എറണാകുളം ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്യുക. സൗബിൻ ഷാഹിറിന് പുറമെ തന്നെ പർവ ഫിലിംസ് പാർട്ട്ണർമാരായ പിതാവ് ബാബു ഷാഹിറിനും നിർമ്മാതാവായ ഷോൺ ആന്റണിക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. രണ്ടുപേരും ഇന്ന് ഹാജരാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ പ്രധാനപ്പെട്ട പരാതി അത് ഉന്നയിച്ചിരുന്നത് അരൂർ സ്വദേശിയായ സിറാജാണ്. സിറാജ് ആരോപിച്ചിരുന്നത് ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത്, അതായത് 40% ലാഭവിഹിതം വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർമ്മാതാക്കൾ 7 കോടി രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ്. അത്തരത്തിൽ ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ട് 7 കോടി രൂപ വാങ്ങിയ ശേഷം ലാഭം നൽകിയിരുന്നില്ല. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകുന്നു. അങ്ങനെ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മരട് പോലീസ് സൗബിൻ ഷാഹിർ അടക്കമുള്ളവരെ പ്രതിയേർത്ത് കേസ് എടുത്തിരുന്നത്. പിന്നാലെ തന്നെ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്തിരുന്നത്. ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു. അപ്പോൾ ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. അപ്പോൾ പോലീസ് കൃത്യമായി തന്നെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് കരുതിക്കൂട്ടിയുള്ള ചതിയാണ് നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നുള്ളതാണ്. നിർമ്മാതാക്കൾ പറയുന്നത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് 22 കോടി രൂപ മുടക്കിയെന്നുള്ളതാണ്. പക്ഷേ തങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് GST ഇനത്തിലടക്കം 18 കോടി മാത്രമാണ് ചെലവാക്കിയെന്നുള്ളതാണ്. അങ്ങനെ വലിയൊരു ചതിയാണ് നിർമ്മാതാക്കൾ നടത്തിയെന്നുള്ള പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഹൈക്കോടതി നിർമ്മാതാക്കളുടെ കേസ് റദ്ദാക്കണമെന്ന ആവശ്യം തള്ളുകയും അന്വേഷണം തുടരാമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ 3 പൈസ കൊടുത്തിരുന്നെങ്കിൽ ആ ലാഭം കിട്ടിയ തുകയിൽ എനിക്കൊന്ന് 100 കോടിയോട് അടുത്ത കണ്ട സിനിമ കളക്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. കുറച്ച് ലാഭം കൊടുത്തിരുന്നെങ്കിൽ ഈ കേസും കൂട്ടമൊക്കെ ഒഴിവാക്കാമായിരുന്നു അല്ലേ ശരൺ? തീർച്ചയായിട്ടും എത്ര വലിയ വിജയം നേടിയ പടമാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നതാണ്. 243 കോടി കളക്ഷൻ നേടി എന്നുള്ള റിപ്പോർട്ടുകളാണ് നേരത്തെ പുറത്തുവരികയും ചെയ്തിരുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ, ഒരു സംസ്ഥാന ഏജൻസി മാത്രമല്ല, പോലീസ് മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റഡാറിൽ ഉള്ള പടം കൂടിയാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്നുള്ളതാണ്. നേരത്തെ ഈ പോലീസിനെ ഒപ്പം തന്നെ ഈ ടിക്കറ്റ് കളക്ഷന്റെ മറവിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നുവെന്ന പരാതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചിരുന്നതാണ്. സൗബിൻ ഷാഹിർ, ബാബു ഷാഹിർ അടക്കമുള്ളവരെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് കൂടി ഈ 3 പേരെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. ഓക്കെ, താങ്ക് യു ശരൺ. ഹാവ് എ ഗുഡ് ഡേ. അപ്പോൾ ഇത് മഴയൊന്നും ഇല്ലെന്ന് തോന്നുന്നു ശരൺ നിൽക്കുന്ന സ്ഥലത്ത്. കൊച്ചിയിലല്ലേ മഴയില്ലല്ലോ? അരുൺകുമാർ, കൊച്ചിയിൽ മഴയില്ല. ഈ മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാമെന്നുള്ളൊരു സാഹചര്യമാണ്. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, രാവിലെ മഴയില്ല എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ മറ്റൊരു ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ശരൺ. താങ്ക് യു ശരൺ. ശരണാണ് നമുക്കിപ്പം കൊച്ചിയിൽ നിന്നും പ്രേക്ഷകർക്കിപ്പോൾ ഈ വാർത്ത നൽകിയത്. നടൻ സൗബിൻ ഷാഹിറിനെ ഇന്ന് ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. സുഭാഷേ എന്നുള്ള വിളി പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? അത് ആ സിനിമയിലുള്ള വിളിയായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സിൽ. ഇപ്പോൾ അങ്ങനെ വിളിക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് അതിന് നിർമ്മാതാക്കൾ പോവുകയാണോ എന്നുള്ളതാണ്. 100 കോടി രൂപ കളക്ട് ചെയ്തിട്ടൊക്കെയാണ്. തള്ളല്ലെങ്കിൽ പോലും 100-150 കോടിയൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്ന് ഈ പറയുന്ന പ്രൊഡ്യൂസർക്ക് കരാറടിസ്ഥാനത്തിലുള്ള പണം കൊടുത്തിരുന്നെങ്കിൽ ഈ കേസും കൂട്ടമൊക്കെ പിടിച്ചു ഒടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. എത്ര വലിയ നടനാണെങ്കിലും ചതി വഞ്ചന ഇതൊന്നും അത്ര നല്ല കാര്യമല്ല എന്ന് മാത്രമേ